ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ടൊവിനോയെ നായകനാക്കി ജിതൻലാൽ സംവിധാനം ചെയ്ത അജയന്റെ രണ്ടാം മോഷണം ആ സിനിമയുടെ 3-ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ ഇന്നത്തെ ദിവസത്തിലെ പ്രീസെയിൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ വെള്ളിയാഴ്ച പ്രീസെയിൽ കളക്ഷനേക്കാൾ വൻ വർധന ഇന്ന് ശനിയാഴ്ച പ്രീസെയിലെ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 73 ലക്ഷമായിരുന്നു സിനിമയുടെ വെള്ളിയാഴ്ച കേരള പ്രീസെയിൽ ഗ്രോസ് എങ്കിൽ ഇന്നത് 1,11 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉത്രാട ദിനത്തിലെ ARM എന്ന സിനിമ ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ ഞെട്ടിക്കുമെന്ന് ഈ ഒരു പ്രീസെയിൽ കളക്ഷനിൽ നിന്ന് സൂചന നൽകുന്നു. അതോടൊപ്പം തന്നെ സിനിമയ്ക്ക് ബുക്കിംഗ് ആണെങ്കിൽ പോലും മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ARM എന്ന സിനിമ ടൊവിനോയുടെ വലിയ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ. പക്ഷേ ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് FT കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ARMന് കഴിഞ്ഞില്ല എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും 2022 തിയേറ്ററുകളിലേക്ക് എത്തിയ ടൊവിനോ ചിത്രം തല്ലുമാല തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. തല്ലുമാലയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ് 3 കോടി രൂപയ്ക്ക് മുകളിലും വേൾഡ് വൈഡ് ഗ്രോസ് 7,20,00,000 എന്നാൽ ARMന്റെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ് 2,80,00,000 വേൾഡ് വൈഡ് ഗ്രോസ് ആദ്യ ദിവസം 6,25,00,000 തല്ലുമാല ഒരു കംപ്ലീറ്റ് ആക്ഷൻ എന്റർടൈനർ സിനിമയായിരുന്നെങ്കിൽ ARM എന്ന സിനിമ ടൊവിനോയുടെ ഒരു മിസ്റ്ററി ത്രില്ലർ പീരീഡ് ഡ്രാമ ഫാന്റസി വിഭാഗത്തിൽ അങ്ങനെ പല ജോണറുകൾ കൂട്ടിക്കലർന്ന സിനിമ കൂടിയാണ്. എന്തായാലും ARMന്റെ വരും ദിന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. അങ്ങനെ ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ടാമത്തെ സിനിമയും കളക്ഷൻ വർധന 2-ാം ദിവസം നേടിയെടുത്തിരിക്കുകയാണ്. ആസിഫ് അലി നായകനെത്തിയ കിഷ്കിന്ദ കാണ്ഡം ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ ഓണചിത്രമാണല്ലോ. ആദ്യ ദിവസം സിനിമയ്ക്ക് 47 ലക്ഷമായിരുന്നു കേരള ഗ്രോസ് എങ്കിൽ 2-ാം ദിവസം 65 ലക്ഷമായിട്ട് കളക്ഷൻ വർദ്ധിച്ചിരിക്കുകയാണ്. ആകെ 2 ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് അങ്ങനെ 1,12,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് 3-ാം ദിവസത്തെ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് മികച്ചു നിൽക്കുന്നു എന്ന് നിസ്സംശയം പറയാം. മണിക്കൂറിൽ 4,000-ലധികം ടിക്കറ്റുകളാണ് നിലവിൽ ആസിഫ് സിനിമയ്ക്കായിട്ട് ബുക്ക് മൈ ഷോയിൽ വിറ്റഴിക്കപ്പെടുന്നത്. അപ്പോൾ അല്പം വൈകിയാണെങ്കിലും ആസിഫ് അലി നായകനെത്തിയ കിഷ്കിന്ദ കാണ്ഡവും ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ട്രെൻഡിലേക്ക് കടക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്.